നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. വെറും ബെഡായി പറഞ്ഞ് അത് പിന്നീട് കൈയോടെ പൊക്കി ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെടുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് പുത്തിരിയുള്ളൊരു കാര്യമല്ല. എന്നാലും ആ ഒരു തള്ളു നിർത്താൻ അവർക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. പാകിസ്ഥാൻ സൈനിക ശേഷിയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളുമായി റിട്ടയർഡ് പാക് വ്യോമസേന ഉദ്യോഗസ്ഥൻ പങ്കെടുത്ത ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പിന്നീട് അത് പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും ഇടയാക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ JF-17 തണ്ടർ യുദ്ധവിമാനത്തിന്റെ പുതിയ പതിപ്പ് ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങളെയും ഭാവിയിലെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയും മറികടക്കുമെന്ന അവകാശവാദമായിരുന്നു ചർച്ചയായത്. JF-17 തണ്ടർ ന്യൂ വേരിയന്റ് മോർ ലെതൽ ഇന്ത്യൻ റഫാൽ ഗെയിം ഓവർ എന്ന തലക്കെട്ടിലുള്ള അഭിമുഖത്തിൽ റിട്ടയർഡ് എയർ മാർഷൽ അർഷാദ് മാലിക്കാണ് അവകാശവാദം ഉന്നയിച്ചത്. നിരീക്ഷകനായ മേജർ ഹസൻ ഗാസിമിയും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ പ്രചാരണത്തിനായി പുറത്തിറക്കിയ ഗ്രാഫിക് ചിത്രവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ചിത്രത്തിൽ റഫാൽ AMCA വിമാനങ്ങളുടെ ചിത്രങ്ങൾക്ക് മുകളിൽ ചുവന്ന X അടയാളങ്ങളും ഇന്ത്യൻ AMCA ആൻഡ് റഫാൽ ഗെയിം ഓവർ എന്ന വലിയ തലക്കെട്ടുമാണ് നൽകിയിരുന്നത്. യുദ്ധവിമാനവും കാർമേഘങ്ങളും ഉൾപ്പെടുത്തിയ മീം മാതൃകയിലുള്ള ചിത്രമാണ് പിന്നീട് ട്രോളന്മാരുടെ പ്രധാന ലക്ഷ്യമായത്. പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ഒറ്റ എഞ്ചിനുള്ള മൾട്ടി റോൾ യുദ്ധവിമാനമാണ് JF-17 തണ്ടർ. ഇതിന്റെ ബ്ലോക്ക് 3 പതിപ്പിൽ AESA റഡാർ, മെച്ചപ്പെടുത്തിയ ഏവിയോണിക് സംവിധാനങ്ങൾ, ചൈനയുടെ PL-15 ദൂരപരിധി മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷി എന്നിവയുണ്ട്. താരതമ്യേന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാകുന്നതും അസർബൈജാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുള്ളതുമായ ഈ വിമാനത്തെ പാകിസ്ഥാൻ പ്രധാന പ്രതിരോധ നേട്ടമായിട്ടാണ് അവതരിപ്പിച്ചു വരുന്നത്. എന്നാൽ സ്വതന്ത്ര വ്യോമസേന വിശകലനങ്ങളിൽ JF-17 വിമാനങ്ങൾ അത്ര വലിയ സംഭവമല്ല. JF-17 4ാം തലമുറയിലോ ബ്ലോക്ക് 3 പരിഷ്കാരങ്ങളോടെയുള്ള തുടക്കത്തിലെ 4.5ാം തലമുറയിൽ ഉൾപ്പെടുന്ന വിമാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് അത്ര ആധുനികമല്ല ഈ വിമാനം എന്ന് ചുരുക്കം. സ്റ്റെൽത്ത് രൂപകൽപ്പനയോ ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാനുള്ള സംവിധാനമോ ഇതിലില്ല. കൂടാതെ വലിയതും കൂടുതൽ ശേഷിയുള്ളതുമായ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞ വിഭാഗത്തിലാണ് JF-17 ഉൾപ്പെടുന്നത്. ഇതിന് വിപരീതമായി ഇന്ത്യയുടെ റഫാൽ ഇരട്ട എഞ്ചിനുള്ള 4.5 ജെൻ യുദ്ധവിമാനമാണ്. അത്യാധുനിക സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, മികച്ച സെൻസർ ഫ്യൂഷൻ, ഉയർന്ന ചലനക്ഷമത നൽകുന്ന ഡെൽറ്റ വിംഗ് കനാർഡ് രൂപകൽപ്പന എന്നിവയാണ് റഫാലിന്റെ പ്രധാന സവിശേഷതകൾ. വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന ദൂരപരിധിയേറിയ മെറ്റിയോർ റാംജെറ്റ് മിസൈലും റഫാലിന്റെ പ്രധാന ശേഷികളിലൊന്നാണ്. ഈ സാങ്കേതിക വിദ്യകളുടെ സമന്വയമുള്ള 36 റഫാൽ വിമാനങ്ങളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത്. ഇതിനെയാണ് തങ്ങളുടെ പഴഞ്ചൻ വിമാനവുമായി താരതമ്യം ചെയ്ത് പാകിസ്ഥാൻ തങ്ങളുടെ നേട്ടമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാന പദ്ധതിയാണ് AMCA. റഡാറുകളിൽ കണ്ടെത്താൻ പ്രയാസമുള്ള രൂപകൽപ്പന, ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ വഹിക്കാനുള്ള സംവിധാനം, സൂപ്പർ ക്രൂയിസ് ശേഷി, അത്യാധുനിക AESA റഡാർ, സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിർമ്മാണവും പരീക്ഷണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന AMCA ശക്തമായ ശത്രു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കിടയിലും പ്രവർത്തിക്കാൻ ശേഷിയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനമായിട്ടാണ് വിഭാവനം ചെയ്യുന്നത്. അതിനാൽ തന്നെ JF-17 പുതിയ പതിപ്പ് നിലവിലെ റഫാലിനെയോ ഭാവിയിലെ AMCയോ മറികടക്കണമെങ്കിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, എഞ്ചിൻ ശേഷി, ഇലക്ട്രോണിക് വാർഫെയർ, സെൻസറുകൾ തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടതായി വരും. ഇത്തരമൊരു മാറ്റം അടുത്ത കാലത്തെങ്ങും JF-17മായി ബന്ധപ്പെട്ടുണ്ടാകില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതാണ് പാക് ഉദ്യോഗസ്ഥരുടെ റഫാൽ ഗെയിം ഓവർ അവകാശവാദത്തെ സോഷ്യൽ മീഡിയയിൽ പരിഹാസത്തിന് വിധേയമാക്കിയത്. അവകാശവാദം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രതിരോധ ഫോറങ്ങളിലും വ്യാപകമായ ചർച്ചകൾ നടന്നു. JF-17, റഫാൽ, AMCA എന്നിവയുടെ തലമുറ വ്യത്യാസം, ആധുനിക ശേഷി, പറക്കൽ പരിധി, ഇലക്ട്രോണിക് വാർഫെയർ, സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ മേഖലകളിലെ താരതമ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രധാന വിമർശനം. പ്രത്യേകിച്ച് JF-17 PL-15 മിസൈലിനെ റഫാലിന്റെ മെറ്റിയോർ മിസൈലുമായി താരതമ്യം ചെയ്ത് നിരവധി ട്രോളുകൾ പ്രചരിച്ചു. യുദ്ധവിമാനത്തിന്റെ മൊത്തത്തിലുള്ള ആയുധവാഹന ശേഷി, റേഞ്ച്, ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിലും റഫാലിന് മുൻതൂക്കമുണ്ട്. അതേസമയം പാകിസ്ഥാനെ അനുകൂലിക്കുന്നവർ JF-17 കുറഞ്ഞ നിർമ്മാണ ചെലവ്, വലിയ തോതിൽ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യത, ചൈനീസ് ആയുധ സംവിധാനങ്ങളുമായിട്ടുള്ള സമന്വയം എന്നിവ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ കഴിയുന്നത് ചില പ്രത്യേക യുദ്ധ സാഹചര്യങ്ങളിൽ തന്ത്രപരമായ നേട്ടം നൽകുമെന്നും അവർ വാദിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ സൈനിക ശേഷി ഉയർത്തിക്കാട്ടുകയും എതിരാളികളുടെ അവകാശവാദങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഇൻഡോ പാക് പ്രതിരോധ മത്സരത്തിൽ ഇത്തരം വാഗ്വാദങ്ങൾ പതിവാണ്. JF-17 ശ്രേണിയിൽ നിക്ഷേപം തുടരുന്നതിനൊപ്പം പ്രോജക്ട് അസ്ം വഴി 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള ലക്ഷ്യവും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അതേസമയം തേജസ്, റഫാൽ, ഭാവിയിലെ AMCA തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യയും പാകിസ്ഥാനേക്കാൾ ഇരട്ടി വ്യോമശേഷി ശക്തിപ്പെടുത്തുകയാണ്. JF-17 ബ്ലോക്ക് 3 പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടാമെങ്കിലും ഇത് റഫാലിന്റെയോ AMCയുടെയോ അടുത്ത് പോലും എത്തി നിൽക്കുന്നതല്ല.